سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله فإن خير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون ബഹുമാന്യരായ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ നിയമവിധികൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ കാണുന്നു. നമ്മൾക്ക് കാണുന്ന കേൾക്കുന്ന വിളിച്ചും തൊട്ടും അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള പല ദൃഷ്ടാന്തങ്ങളിലേക്കും മനുഷ്യ ബുദ്ധിയെ തുടർന്നു. അപ്രകാരം വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ ചിന്തകൾക്ക് വിധേയമാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ അവന്റെ ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ വിവിധ തരത്തിലുള്ള ഘട്ടങ്ങൾ ഖുർആൻ അതിലേക്ക് വിരച്ചൂണ്ടുന്ന ചില സൂക്തങ്ങളാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ബോധിപ്പിക്കുന്നത്. സൂറത്തുൽ ഇൻശിഖാഖിലൂടെ അല്ലാഹു പറയുന്നു ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് അസ്തമയ ശോഭ ഞാൻ ശപഥം ചെയ്യുന്നു. വല്ലൈലി വമാ വസഖ് അപ്രകാരം തന്നെ രാത്രി അതിൽ ഇരുട്ട് മൂടിയ അതിനെ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. വൽ ഖമരി ഇദാ തസഖ് ചന്ദ്രൻ അതിന്റെ പൂർണ്ണതയിലെത്തിയാൽ അതും പിടിച്ചുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു നിങ്ങൾ പല ഘട്ടങ്ങൾ താണ്ടിക്കടക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ താണ്ടിക്കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും പറഞ്ഞുകൊണ്ട് അല്ലാഹു ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള വളരെ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യമാണ് അല്ലാഹു ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒരു കുഞ്ഞായി രൂപം കൊണ്ടത് മുതൽ നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥക്ക് മുമ്പ് പല അവസ്ഥാന്തരങ്ങളും തരണം ചെയ്ത ആളുകളാണ്. ഇങ്ങനെ ഘട്ടങ്ങൾ താണ്ടി കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നാം ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. പിന്നീട് നാം രൂപം പ്രാപിച്ച് ഇപ്പോഴുള്ള അവസ്ഥയെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് മരണം സംഭവിക്കുന്നു. മരണത്തോടുകൂടി ബർസഖിയായ ഒരു ജീവിതം തോന്നും. അതിനുശേഷം പാരത്രിക ലോകത്ത് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും രക്ഷാശിക്ഷകൾ വിധിക്കപ്പെടുകയും നരകമോ സ്വർഗമോ അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ തന്നെ ചില ഘട്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന, അത് ശാരീരികമായ മാറ്റങ്ങളാകാം, മാനസികമായ, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രപരമായ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന വിവിധ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ മനുഷ്യർ ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ താണ്ടിക്കടന്ന് അവസാനം പ്രായാധിക്യം ചെല്ലുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ആയത്തിപ്രകാരം നമുക്ക് കാണാൻ കഴിയും.
അത്തരം ആളുകളെ നാം വിപരീത ദശയിലേക്ക് തന്നെ മടക്കുന്നതാണ്. അവർ ആലോചിക്കുന്നില്ലേ, അവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നത്. നമ്മൾ ആലോചിച്ചു, ഒരു കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകുന്ന ചില ചാപല്യങ്ങളുണ്ട്, ചില അവശതകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്. അതേ അവശതയിലേക്ക് തന്നെ പ്രായാധിക്യം ചെന്ന് മനുഷ്യന്റെ എല്ല് ധരിപ്പിച്ചതിന് ശേഷം, ശാരീരിക ക്ഷമത ഇല്ലായതിനു ശേഷം, ബുദ്ധി നഷ്ടപ്പെട്ടതിനു ശേഷം എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിൽ അത്തരം കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അവർ ആലോചിക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നാം വരുന്നത് എന്നും ആ ഘട്ടങ്ങളിൽ നമുക്കുണ്ടായ സവിശേഷതകൾ എന്താണ് എന്നും ആ സവിശേഷതകളെ കുറിച്ചും മറ്റും ആലോചിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്നു. ഈ കാര്യത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് സൂചന നൽകുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യൻ, പല ആളുകളുടെയും ധാരണ ഇഹലോകത്തെ ജീവിതത്തോടുകൂടി അവരുടെ ജീവിതം അവസാനിക്കുകയാണ്. എന്നാൽ അതല്ല, ഈ ജീവിതത്തിന് വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അത് ഈ ലോകത്തെ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കർമ്മഫലങ്ങൾക്ക് അനുസൃതമായ കൃത്യമായ പ്രതിഫലം നൽകപ്പെടുമെന്നുള്ള ആ പരലോക ബോധം, ആ ബോധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഇത്തരത്തിലുള്ള ആ നിർദ്ദേശങ്ങൾ കഴിയും. നമുക്കറിയാം, നമ്മെ കുറിച്ച് ആലോചിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിൽ നാം ഈ ഭൂമുഖത്ത് നമ്മുടെ ഒരു തരത്തിലുള്ള അവശേഷിപ്പുമില്ലാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു, ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂക്തം, ഒരു ചോദ്യമുണ്ട്. എന്താണ് എന്ന് പറയപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ മനുഷ്യന് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ? നമുക്ക് ഇപ്പോഴുള്ള പ്രായം, ആ പ്രായത്തിന് തൊട്ട് മുമ്പത്തെ ഒരു വർഷത്തോളം നാം മാതാവിന്റെ ഉദരത്തിലായിരുന്നു എന്ന് പറയാം. അതിന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശൂന്യമായി, നമ്മുടെ ഒരു തരത്തിലുള്ള അസ്തിത്വവും ഇവിടെ ഉണ്ടായിരുന്നു. ആ ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് നാം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. നാം ആഗ്രഹിക്കുന്ന പലതും നാം നേടിയെടുത്തു, പല കാര്യങ്ങളും നമുക്ക് അങ്ങേയറ്റത്തെ ആ ആഗ്രഹവും ഇഷ്ടമുണ്ടായിട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആ ശൂന്യതയിൽ നിന്ന് നമ്മൾ എത്തിപ്പെട്ട ഒരു അവസ്ഥയെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് സാഷ്ടാംഗം ചെയ്യുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർ അതിനുവേണ്ടി അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ, ഖുർആനിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നല്ല, ഈ ആയത്തുകൾ അവർക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ, ഈ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ, ആ ദൃഷ്ടാന്തങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിന്റെ മുമ്പിൽ എന്തുകൊണ്ട് അവർ സാഷ്ടാംഗം ചെയ്യുന്നില്ല എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ആലോചനകൾ വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കറിയാം, നാം കുഞ്ഞായി രൂപാന്തരപ്പെടുന്ന ഒരു അവസ്ഥ, ഗർഭസ്ഥാവസ്ഥ, പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയും. ആ 270 മുതൽ 280 ദിവസങ്ങൾ, വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിൽക്കാലത്ത് അവന്റെ ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഒരു പുരുഷൻ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. നമുക്കറിയാം, XY ക്രോമസോമുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. ഒരു പുരുഷന്റെ ക്രോമസോമിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതിന് പുരുഷൻ മാത്രമാണ് ഉത്തരവാദിത്വം. പലപ്പോഴും വളരെ അടുത്ത കാലഘട്ടം വരെ സ്ത്രീകൾ മാത്രം പ്രസവിക്കുന്ന ഒരു വീട്ടിൽ ആ ഭാര്യ പലതരത്തിലുള്ള മറുപടി പറയേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ടുണ്ട്, ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. എന്തുതന്നെയായാലും ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, 46 ക്രോമസോമുകൾ വളരെ കൃത്യമായി 23 പുരുഷനിൽ നിന്നും 23 സ്ത്രീയിൽ നിന്നുമുള്ള ക്രോമസോമുകളാണ് ആദ്യമായി ഒരു കുഞ്ഞിന്റെ പിറവിക്ക് കാരണമായിട്ട്. ആ 23-ൽ 22 മനുഷ്യന്റെ സ്വഭാവപരമായ, അതുപോലെ തന്നെ അവന്റെ ജൈവികമായ, പിൽക്കാലത്ത് അവൻ രൂപാന്തരപ്പെടുന്നതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ക്രോമസോമാണ് ഈ പറഞ്ഞ ആൺപെൺ ആ വൈജാത്യം നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞ് ഒരു മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമതായി സൈഗോട്ട് എന്ന് പറയുന്നത് സിത്താണ്. ഒരു പുരുഷന്റെ അണ്ടവും സ്ത്രീയുടെ പുരുഷ സ്ത്രീ ബീജങ്ങൾ അത് ഒരുമിച്ച് കൂടിയപ്പെടുന്നുണ്ടാകുന്ന നമ്മുടെ ദൃഷ്ടിഗോചരങ്ങൾക്ക് അപ്രാപ്യമായ, ഒരിക്കൽ
കാണാൻ സാധിക്കാത്ത അത്രയും സൂക്ഷ്മമായ ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ സൈഗോട്ട്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു വന്ന് മാതാവിന്റെ ഉദരത്തിൽ ഒരു അട്ടയ്ക്ക് സമാനമായിരുന്നു. അട്ട എന്ന് പറഞ്ഞാൽ അത്ര വലുപ്പമില്ലാത്ത വളരെ ചെറിയ ഒരു കാര്യം. അത് മാതാവിന്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സൂക്തങ്ങൾ പല ആവർത്തി അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അലക്ക് എന്ന പദപ്രയോഗമാണ് ഖുർആൻ അതിൽ നടത്തിയത്. അലക്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന, നമ്മൾ ഉന്തിയാൽ പോലും പോകാതെ ഇങ്ങനെ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥക്കാണ് വിശുദ്ധ ഖുർആൻ അലക്ക് എന്ന പദപ്രയോഗം നടത്തിയത്. ഒരു എംബ്രിയോളജിയെ കുറിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നതാണ്. ഖുർആന്റെ ആദ്യ സൂക്തത്തിൽ തന്നെ അതിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നുണ്ട്. നിന്റെ നാമന്റെ നാമത്തിൽ നീ വായിക്കുക, മനുഷ്യനെ അവൻ അലക്കിൽ നിന്ന് ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കേവലം 2 ആഴ്ചകൾ മാത്രമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. 2 ആഴ്ചകൾ കഴിയുമ്പോഴേക്കും ഈ ക്രോമസുകൾ വളർന്ന് അത് ഒരുപാട് വർദ്ധിച്ച് മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുകയും പിന്നീട് എംബ്രിയോ എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. 2 മുതൽ 8 ആഴ്ച വരെയാണ് ആ അവസ്ഥയിലുണ്ടാകുന്നത്. ഈ സന്ദർഭത്തിലാണ് മനുഷ്യന്റെ ഹൃദയം രൂപപ്പെടുന്നത്, അതുപോലെ തന്നെ ബ്രെയിൻ രൂപപ്പെടുന്നത്, കൈകാലുകൾ, ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ രൂപപ്പെടുന്നത്. ഈ ക്രോമസോമുകൾ ഒരു തരത്തിലുള്ള ടിഷ്യൂസ് ആയി മാറി രൂപാന്തരം പ്രാപിക്കുകയാണ്. ഖുർആൻ അതിന്റെ മുദ്ഗത്ത് എന്ന പദപ്രയോഗം നടത്തി അഭിസംബോധന ചെയ്തു. മുദ്ഗത്ത് എന്ന് പറഞ്ഞാൽ ചവച്ചു തുപ്പിയ മാംസത്തെ കഷ്ണത്തിന് സമാനമായ വസ്തു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, നാം പച്ചക്ക് ഒരു മാംസക്കഷ്ണം എടുത്ത് ചവക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ പല്ലിന്റെ അടയാളങ്ങൾ വരെ ഉണ്ടാവും. അത് തുപ്പിയാൽ നമുക്ക് അത് കാണാൻ കഴിയും. ഈ രീതിയിലായിരിക്കും ഒരു മനുഷ്യക്കുഞ്ഞ് ഈ കാലഘട്ടത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. സൂറത്തുൽ ഹജ്ജിലെ ഒരായത്തിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅദ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് തുമ്മ മിൻ നുത്ഫത്തിൻ തുമ്മ മിൻ അലഖത്തിൻ തുമ്മ മിൻ മുദ്ഗത്ത് മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. മനുഷ്യരെ നിങ്ങൾ പുനർജീവിതത്തെ കുറിച്ച് സംശയാലുക്കളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. അടിസ്ഥാനപരമായി നമ്മുടെയൊക്കെ തന്നെ ഘടകം മണ്ണാണ്. നമുക്കറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. ആ ആദമിന്റെ സന്തതികളാണ് നാം ഓരോരുത്തരും. ഇനി ശാസ്ത്രീയമായി ചിന്തിക്കുന്ന നമ്മൾ ആലോചിച്ചു, മണ്ണിൽ വളരുന്ന സസ്യലതാദികളെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ രക്തവും അതുപോലെ തന്നെ മജ്ജയും മാംസവും ഒക്കെ ഉണ്ടാകുന്നത്. നാം മാംസമുക്കുകളാണെങ്കിൽ ആ മാംസമുക്കുകൾ കഴിക്കുന്നത് ഈ ഭൂമിയിൽ വളരുന്ന സസ്യലതാദികളാണ്. എങ്ങനെ ചിന്തിച്ചാലും മണ്ണാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം. ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഇന്ദ്രിയ കണത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന കോടിക്കണക്കായ ബീജങ്ങളിലെ ഒരു ബീജത്തിൽ മാത്രം പറയുന്ന ഒരു പേരാണ്. അത് അത്ഭുതകരമായ വസ്തുവാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഖുർആൻ പറയുന്നത് സൂറത്ത് വാഖിയയിലൂടെ അല്ലാഹു ചോദിക്കുകയുണ്ട്, നിങ്ങൾ ശ്രമിക്കുന്ന ഇന്ദ്രിയഗണത്തെ കുറിച്ച് ബീജഗണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചത്? അതല്ല, നാമാണോ അതിനെ സൃഷ്ടിച്ചത്? ആലോചിച്ചു. അത്രയും നിസ്സാരമായ ഒരു വസ്തു അതായിരുന്നു നമ്മുടെ തുടക്കം. അതിനുശേഷം അത് അതിനുശേഷം അത് അലക്കത്തായി രൂപാന്തരപ്പെടുന്നു. ആ അലക്കത്ത് പിന്നീട് മുദ്ഗത്തായി രൂപാന്തരപ്പെടുന്നു. നേരത്തെ നാം വിശദീകരിച്ച രീതി അത് പിന്നീട് മുദ്ഗത്ത് തന്നെ 2 രീതിയിലാണ്. ആദ്യത്തേത് എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ആളുകൾക്കറിയാം, ആദ്യത്തേത് രൂപങ്ങളില്ലാത്തത്. പിന്നീട് നാം നേരത്തെ പറഞ്ഞ 8 ആഴ്ചകൾക്ക് ശേഷം ഈ ഭ്രൂണാവസ്ഥ മറ്റൊരു രീതിയിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. ഏറെക്കുറെ മനുഷ്യക്കുഞ്ഞിന്റെ രൂപം പ്രാപിക്കുന്ന രീതി. അതാണ് യഥാർത്ഥത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് ഫീറ്റസ് എന്ന് പറയുന്ന ആ മനുഷ്യക്കുഞ്ഞ് 270-ലധികം ദിവസം ആ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആധുനികമായ സൈക്കോളജി മറ്റും പഠനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകപ്രശസ്തരായ ചില സൈക്കോളജിസ്റ്റുകൾ, എറിക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു തത്വമുണ്ട്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യപരമായും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായും
മാനസികമായി അയാൾക്ക് സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, അയാൾക്ക് സംഭവിക്കുന്ന വികാസങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ആ വ്യക്തി ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗർഭാവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ, ആ കുഞ്ഞ് നമ്മളുമായി ഡയറക്റ്റായ ഒരു ബന്ധമില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ വളർച്ചയിൽ പുറത്തു നിന്നുള്ള പല പാരിസ്ഥിതികമായ ഘടകങ്ങളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിന്റെ അമ്മ, ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മാതാവ്, അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ പോലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിൽക്കാലമുള്ള ജീവിതത്തിൽ പ്രത്യേകമായ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മാതാവിന്റെ ഭക്ഷണം, അതുപോലെ തന്നെ മാതാവിന്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, അങ്ങനെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഈ കുട്ടിയെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രായം, ആ കാലഘട്ടം എത്ര മാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരു സ്ത്രീ അവർ ഗർഭവതിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേക പരിചരണം അവർക്ക് ആവശ്യമാണ്. പരിചരണം എന്ന് പറയുമ്പോൾ ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ അവർക്ക് ആവശ്യമായ മറ്റു ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ പലപ്പോഴും നമ്മളൊക്കെ വളരെ കൃത്യമായ ശ്രദ്ധയുള്ളവരായിരുന്നു. എന്നാൽ അതിനപ്പുറം അവരുടെ മാനസികമായ ഒരു വെൽബീയിങ്, അതിനെ എത്രമാത്രം ശ്രദ്ധ നമ്മൾ പതിപ്പിക്കാറുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല ഒരു കുഞ്ഞ് അത് നാളെ സമൂഹത്തിലും സമുദായത്തിലും അതുപോലെ തന്നെ നാടിനും രാജ്യത്തിനുമൊക്കെ ഗുണകരമാവുന്ന രീതിയിൽ വളർന്നു വരണമെങ്കിൽ ഈ സന്ദർഭത്തിൽ അവർക്ക് ലഭിക്കുന്ന പരിചരണം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞായി ഭൂമിയിലേക്ക് വരുന്നു. നേരത്തെ നാം സൂചിപ്പിച്ച സൂറത്ത് ഹജ്ജിലെ ആയത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഒരു കുഞ്ഞായി നിങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞായി ഭൂമിയിലേക്ക് വന്ന ഉടനെ തന്നെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ചില പ്രത്യേക ഹസാഡുകൾ അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായി മരണം പിടികൂടപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രായാധിക്യം ചെന്ന് നിങ്ങളുടെ ശേഷി മുഴുവൻ തകർന്ന് ഒരു കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകത്തക്ക രീതിയിൽ വളരുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അതിനുശേഷം ഭൂമി അതിൽ സസ്യലതാദികൾ വളരുന്നതിനെ കുറിച്ച് മറ്റും പരാമർശിച്ചുകൊണ്ട് പാരമ്പര്യ ലോകത്തേക്ക് അതിനെ ബന്ധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു കുഞ്ഞ് ഭൂമിയിൽ വരുന്നതോടുകൂടി അവിടെ ഈ ഗർഭാസ്ഥാനശേഷമുള്ള അടുത്ത ഒരു ഘട്ടമാണ്. നമ്മൾ ആലോചിച്ചു, ഒരു കുഞ്ഞിന്റെ പിറവിയിൽ അതിന്റെ ആദ്യ നാളുകൾ എത്ര പെട്ടെന്നാണ് കുഞ്ഞ് വളരുന്നത്. ആ ശാരീരികമായി കേവലം 3 അല്ലെങ്കിൽ 3.5 മാത്രം ഭാരമുണ്ടായിരുന്ന ഒരു കുട്ടി 2 വർഷം ആകുന്നതോടുകൂടി 6-7 പിന്നെ തൂക്കത്തിലേക്ക് എത്തുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും. അവിടെ ശാരീരികമായ വളർച്ച മാത്രമല്ല, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി, മാനസികമായി, സോഷ്യലായ ഒരുപാട് വളർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. ആ കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം വളരെ കൃത്യമായി. അവിടെയൊക്കെ തന്നെ ഇസ്ലാം വളരെ കൃത്യമായ ശ്രദ്ധ, പരിചരണം ആ കുഞ്ഞിന് ആവശ്യമാണ് എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാഷാ വളർച്ച അത് തന്നെ വളരെ വലിയ അത്ഭുതമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു പുതിയ ഭാഷ നമുക്ക് ഒരു പ്രത്യേക പ്രായത്തിൽ അത് പഠിക്കണമെങ്കിൽ വളരെ പ്രയാസകരമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യത്തോടുകൂടി എടുക്കുന്ന ഒരുപാട് ആളുകൾ വളരെ പ്രയാസപ്പെട്ട് വളരെയധികം സമയം ചെലവഴിച്ചാണ് പല ആളുകളും ആ കഴിവ് നേടിയെടുക്കുന്നത്. എന്നാൽ ഒരു കുട്ടി 1 വർഷമാകുമ്പോഴേക്കും അവൻ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു വരുന്നു. ചിലപ്പോൾ ഒറ്റക്കുള്ള വാക്കുകളാകാം, അല്ലെങ്കിൽ 2 വാക്കുകൾ ചേർന്നതാകാം. പിന്നീട് 1 വർഷങ്ങളേക്കും കഴിയുമ്പോഴേക്കും 1000-ലധികം പദങ്ങൾ കുട്ടി പഠിക്കുന്നു. എങ്ങനെയാണ് പഠിക്കുന്നത്? ആരെങ്കിലും പഠിപ്പിച്ചതാണോ? ഈ പ്രകൃതിയിൽ അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ അവൻ ഗ്രാസ്പ് ചെയ്തുകൊണ്ടാണ് അത് പഠിച്ചെടുക്കുന്നത്. കേൾവി മാത്രമാണ് അവിടെ നടക്കുന്നത്, മറ്റൊരു തരത്തിലുള്ള പഠനം നടക്കുന്നത്. ആ ഭാഷാ വളർച്ചയെ കുറിച്ച് ആലോചിക്കുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ആ കുട്ടി ഈഗോ സെൻട്രിക് ആണ്. ആ പ്രായത്തിൽ മാത്രമല്ല, അടുത്തു വരുന്ന ഏർലി ചൈൽഡ്ഹുഡിലായാലും ഈഗോ സെൻട്രിക്, അവനെ കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. പലപ്പോഴും ഒരു 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായ കാലഘട്ടത്തിൽ ഒരു കുട്ടി അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കളിപ്പാട്ടങ്ങളോടാണ്. ആ കളിപ്പാട്ടങ്ങൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ പഠിക്കുന്നതും അവൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതും തന്നെ ആ കളിപ്പാട്ടങ്ങളിലൂടെ. ചില സന്ദർഭത്തിൽ നമുക്കറിയാം, ഒരു കടയിൽ ചെന്ന് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അല്പം പ്രയാസമാണെങ്കിൽ
ഒരു കുഞ്ഞ് ഒരു കളിപ്പാട്ടം ആവശ്യപ്പെടുമ്പോൾ ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ കുട്ടി വാശി പിടിച്ചുകൊണ്ട് വാശി ആ അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കും എന്തുകൊണ്ട് ഈ കുട്ടി ഇത് തിരിച്ചറിയില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മുടേതായ ഒരു തിരിച്ചറിവ് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ആംഗിളിലൂടെ ചിന്തിക്കുവാനുള്ള ശേഷി അവർ എത്തിയിട്ടില്ല. അവന്റെ ചിന്ത പൂർണ്ണമായും ഇറാഷണലാണ്, യുക്തിപരമല്ല. അതുകൊണ്ട് അവന്റെ മുമ്പിലുള്ള ആ കാര്യമാണ് അവനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. അവിടെ വളരെ കൃത്യമായി കാര്യം രക്ഷിതാവ് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏത് തന്നെയായാലും ഈ ഇൻഫാൻസി പീരീഡും പിന്നെ ഏർലി ചൈൽഡ്ഹുഡും പിന്നീട് നമുക്കറിയാം നമ്മൾ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സോഷ്യലിയുള്ള വികാസത്തിന് വളരെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു കുട്ടി ആദ്യ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ ഇൻഫാൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അവന്റെ ഉമ്മയുമായി അവന്റെ മാതാവുമായാണ് അവരുടെ ബന്ധം അല്ലെങ്കിൽ അവളുടെ ബന്ധം. എല്ലാ നിലക്കും അവരാണ് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിലും അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിലൊക്കെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. പിന്നീടുള്ള കാലഘട്ടം അതിനുശേഷമൊക്കെ പുറത്തേക്കുള്ള അവരുടെ സഞ്ചാരം ഉണ്ടാകുന്നു, പിയർ ഗ്രൂപ്പുമായി അവരുടെ ബന്ധമുണ്ടാകുന്നു. അവിടെയൊക്കെ തന്നെ അവന്റെ വ്യക്തിത്വ വികാസം നമുക്ക് കാണാൻ കഴിയും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫിസിക്കലായ ഓടാനും ചാടാനും അതോടൊപ്പം തന്നെ ചെറിയ ഫൈൻ മോട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കൈകാലുകളുടെ ചലനം, എഴുതാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പട്ടൻസിടാനും അതുപോലെയുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ പലപ്പോഴും കുട്ടി സ്വമേധയാ ചെയ്യാനാണ് ശ്രമിക്കുക. ചെരുപ്പ് സ്വന്തമായി ഇടാൻ ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം സ്വന്തമായി കഴിക്കാൻ ശ്രമിക്കും. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ എറിക്സൺ അദ്ദേഹം പറയുന്നത് ഒരു കുഞ്ഞിനെ ഇതിലൂടെ തടയുന്നതിലൂടെ അവന് ആത്മവിശ്വാസക്കുറവുണ്ടാവുകയാണ്. കുട്ടി സ്വയം ചെയ്യാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു കുട്ടി ഓടി മുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അവൻ പിടിച്ചു കയറുമ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി എളുപ്പം അവനെ ഉണ്ടാക്കുന്നു. അതല്ല, അവൻ ശ്രമിക്കട്ടെ, അവൻ അതിലൂടെ മുന്നോട്ട് പോകട്ടെ, മാക്സിമം പിന്തുണ കൊടുക്കുക. ഒരു സപ്പോർട്ടിംഗ് ആണ് മാതാപിതാക്കളുടെ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ അതിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുവാൻ, മുന്നോട്ട് ചലിക്കുവാൻ അവൻ സാധിക്കും. ഇതിനുശേഷം നമുക്കറിയാം അഡോളസൻസ് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല മാതാപിതാക്കൾക്കും വലിയ തലവേദനയാവുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും അവരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാം. ശാരീരികമായ അവർക്കുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുബർട്ടി പീരീഡുമായി ബന്ധപ്പെട്ട് ആണാവട്ടെ പെണ്ണാവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൗതുകകരമാണ്. അതോടൊപ്പം തന്നെ വളരെയധികം വെല്ലുവിളികൾ നിറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ പലതരത്തിലുള്ള സാമൂഹ്യപരമായ ദോഷങ്ങൾ അവർ മനഃപൂർവ്വം തന്നെ ചില സന്ദർഭത്തിൽ ഉണ്ടാക്കിയേക്കാം. വളരെ കൃത്യമായി ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി അവരോട് പെരുമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുട്ടികളെ പലപ്പോഴും നമ്മൾ കാണുന്നത് മുതിർന്നവരായി ചില വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മുതിർന്ന കുട്ടികളായിട്ട് നാം അവരെ അഭിസംബോധന ചെയ്യും. ഇത്ര വളർന്നില്ലേ എന്ന് ചോദിക്കും. വേറെ ചില കാര്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നീ കുട്ടിയാണ് എന്ന് പറയുകയും ചെയ്യും. ഇതിന്റെ രണ്ടിനും ഇടയിൽ വലിയ ഒരു മാനസിക സംഘർഷം അവർ അനുഭവിച്ചേക്കാം. ഇത് വളരെ മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുവാൻ മാതാപിതാക്കൾ സാധിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ഒരു കാലഘട്ടം ഉത്തരവാദിത്തങ്ങൾ വരുന്ന, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലിയെ കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടം, ഒരു അഡൽട്ട്ഹുഡ്, ഏർലി അഡൽട്ട്ഹുഡ്, അതിനുശേഷം അഡൽട്ട്ഹുഡ്, പിന്നീട് പ്രായം ചെയ്യുന്ന കാലഘട്ടം. ഇങ്ങനെ മിനിമം 8 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. അവസാനം മരണം സംഭവിക്കുന്നു. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ കൃത്യമായ ഒരു സൂക്തമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ഓതിക്കൽപ്പിച്ചത്. തീർച്ചയായും നിങ്ങൾ പല ഘട്ടങ്ങളും താണ്ടിക്കടച്ചു. ഈ ഘട്ടങ്ങളൊക്കെ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുവാനും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പക്വതയൊക്കെ ഒരു അടർത്തുകൊണ്ടിലെത്തുന്ന സന്ദർഭത്തിൽ ഏത് രീതിയിൽ താൻ മുന്നോട്ട് നയിക്കണം എന്നുള്ള സ്വയം ചിന്തയുണ്ടാകുവാനും നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുവാനും ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ സമൂഹത്തിന് ഗുണകരമായ വ്യക്തിഗതമായ എല്ലാ നിലക്കുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം ഉണ്ടാകുന്ന രീതിയിൽ മാറുവാൻ നമുക്ക് സാധിക്കണം. സർവോപരി നമ്മുടെയൊക്കെ തന്നെ ആത്യന്തികമായ ലക്ഷ്യമായ ഭാരതീയ ലോകത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അങ്ങനെ ഉന്നത വിജയം കൈവശപ്പെടുത്തുന്ന കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. الحمد لله الذي كان يقرأ وكنا
സത്യവിശ്വാസികൾ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരും വളർത്തുകയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ഒരു സന്ദർഭമാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ്. ചില സന്ദർഭങ്ങളിലെങ്കിലും ചില ആളുകൾ നാം എന്തിന് ഇതിന് മുതിരണം, നമുക്ക് ഇതിൽ നിന്ന് മാറി നിന്ന് കൂടി എന്ന് ചിന്തിക്കണം. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം മേഖലകളിൽ നിന്ന് മാറി നിൽക്കുക ഒരിക്കലും ഭൂഷണമല്ല. അവിടെ വളരെ ആക്റ്റീവായി സജീവമായി ഇടപെടുകയും വോട്ട് എന്ന നമ്മുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവകാശം വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവേണ്ടത്. അത് വില കുറഞ്ഞ് കാണിച്ച് അല്ലെങ്കിൽ അത് നിസ്സാരമായി കണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ബഹളമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ജനാധിപത്യമാകുമ്പോൾ അവിടെ പരസ്പരം ഇതരരായ ആളുകളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടല്ലാത്ത ഒരു വ്യക്തിയെ പരിഗണിക്കുവാനും അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുവാനുള്ള അവകാശമുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അയാൾ അംഗീകരിക്കുന്നില്ല, എന്തുകൊണ്ട് അയാൾ കേട്ടുകൂടാ എന്ന ചിന്തയല്ല, മറിച്ച് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന വലിയ സന്ദേശങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെ ഈ ബഹളത്തിനിടയിൽ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭാഗമാക്കാൻ സാധ്യതയുള്ള ചില തിന്മകളുണ്ട്. ഒരു പ്രാദേശികമായി ആളുകളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കുടിവെള്ളം, അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം, റോഡ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് നമ്മൾ നേർക്കുനേരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാന വികസനമായിരിക്കും അവിടെ നാം ചർച്ച ചെയ്യേണ്ടത്. പലപ്പോഴും സെൻസേഷനായ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പാപഭാരം വർദ്ധിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ മൊത്തത്തിൽ ഈ കാലഘട്ടത്തിലുണ്ടാകും. അവിടെ നമുക്ക് അത്തരം ചർച്ചകളിൽ പങ്കുകൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് പാരമ്പര്യ ലോകത്ത് ഒരു വിപത്തായ രീതിയിലുള്ള സംസാരങ്ങളുണ്ടാകുക ആദരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഏഷൻ, നമീമത്ത്. ഒരു വ്യക്തിയെ കുറിച്ച് അകാരണമായി അയാളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് അത്തരത്തിലുള്ള നമീമത്ത്. ആ നമീമത്തിൽ നാം അറിഞ്ഞോ അറിയാതെ പങ്കുകൊള്ളുന്നതോടുകൂടി നമുക്ക് നാം വലിയ കുറ്റക്കാരനായി തീരും എന്ന് നാം ചിന്തിക്കുക. അതോടൊപ്പം തന്നെ പരദൂഷണം നമ്മൾ പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുണ്ട്. എന്താണ് പരദൂഷണം എന്നതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് പരദൂഷണം എന്ന് നിനക്ക് അറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിന്റെ പ്രവാചകൻ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത്, നീ നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാം. നമ്മളിപ്പോ സാധാരണ പറയാനുള്ള ഒരാളെ കുറിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ ദുഷിച്ച് പറയുന്ന സന്ദർഭത്തിൽ നാം പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് ഇല്ലാത്തതല്ലല്ലോ ഉള്ളതല്ലേ എന്നാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകനോട് സഹാബികൾ ഇതേ ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണല്ലോ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, എന്താണ് പരദൂഷണം എന്ന് വിശദീകരിച്ച സന്ദർഭത്തിൽ, നീ പറയുന്ന കാര്യം അയാൾ ഉള്ളതാണെങ്കിൽ നീ അയാളെ പരദൂഷണം പറഞ്ഞിരിക്കുന്നു. നീ പറയുന്ന കാര്യം അയാളിൽ ഇല്ലാത്തതാണെങ്കിൽ നീ കളവ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഉള്ളത് പറയുന്നതിനാണ് പരദൂഷണം എന്ന് പറയുക. ഉള്ളത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത, അയാളോട് നേർക്ക് നേരെയില്ലാതെ, അതിലൊരിക്കലും ഗുണകാംക്ഷയില്ലല്ലോ. ഒരു വ്യക്തിയോട് നമുക്ക് ഗുണകാംക്ഷയുണ്ടെങ്കിൽ അയാളുടെ വീഴ്ച, അയാളുടെ തെറ്റ് അയാളോട് നമ്മൾ നേരെ പറയും. അതല്ലെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെ ദുഷിച്ചു പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നാം പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പാപഭാരം വഹിക്കത്തക്ക രീതിയിൽ, അത് കൂടത്തക്ക രീതിയിലുള്ള ഒരു സമീപനം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാവുന്നത്. എങ്കിൽ അതിൽ നിന്ന് നാം പൂർണ്ണമായി മാറി നിൽക്കാം എന്ന ചിന്തയും വരുന്നത്. തീർച്ചയായും അതിൽ നാം ഇടപെടുകയും ഭാഗമാക്കുകയും നമ്മുടേതായ രാഷ്ട്രീയ ചിന്തകൾ വെച്ച് മുന്നോട്ട് പോവുകയും ഏത് രീതിയിൽ നമുക്ക് വ്യക്തിഗതമായും അതോടൊപ്പം തന്നെ സമൂഹത്തിലും ആ പ്രദേശത്ത് നാം ജീവിക്കുന്ന സമൂഹത്തിലും ആളുകൾക്ക് എന്ത് ഉപകാരം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ അത് വ്യക്തിഗതമായ ആരോപണങ്ങൾക്ക് മറ്റും വിധേയ
പ്രത്യയ പാർട്ടിയും ദുഷിച്ചു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കരുത്. രാഷ്ട്രീയം അതൊരു പ്രശ്നമല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് തീർച്ചയായും പ്രശ്നമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ സ്വീകരിക്കുന്നത്, അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെന്റുകൾക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായ അംഗം എന്ന നിലയ്ക്ക് നമ്മെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അവിടെ നമുക്ക് ഗുണകരമായ, സമൂഹത്തിന് ഗുണകരമായ, നന്മയായി നമുക്ക് തോന്നുന്ന ഏത് പാർട്ടിയും നമുക്ക് ചേരാം. അതൊരു കുറ്റകരമായ കാര്യമല്ല. പക്ഷേ നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ആദർശം, രാഷ്ട്രീയ ആദർശം വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഇതരായ ആളുകൾക്ക് അവരുടേതായ ചിന്തകൾക്കും അവരുടേതായ രാഷ്ട്രീയ കാര്യങ്ങൾക്കും അവകാശമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുകയും അന്യായമായി, അകാരണമായി ഒരാളെ ദുഷിച്ചു പറയുന്ന, അയാളുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സമീപനം ഈ കാലഘട്ടത്തിൽ ഇല്ലാതെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കണം. ജീവിതത്തിൽ അഴിഞ്ഞു മര്യാദയും പോയ തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു പുറത്തുമാകാത്യമാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ദുരിതാർത്ഥികളും നൽകി അനുഗ്രഹിക്കുമാണ്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قوي الحجار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر